മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥയുടെ ഒരു കുഞ്ഞു പഠന പ്രവർത്തനമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ പേര് ശ്രുതി എന്നാണ്, മലയാളമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ കഥ ഏതാണെന്ന് ചോദിച്ചാൽ, മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് കഥകൾ ഒരുപാട് പറഞ്ഞു തരുന്നവരാണല്ലേ. അപ്പോൾ അമ്മയായാലും മുത്തശ്ശി ആയാലും ചിലർക്ക് അച്ഛനായിരിക്കും പറഞ്ഞു കൊടുക്കുക, ചിലർക്ക് ചെറിയമ്മയായിരിക്കും, കുഞ്ഞമ്മയായിരിക്കും, വല്യമ്മയായിരിക്കും. അങ്ങനെ കഥകൾ പറഞ്ഞു തരുന്നവരെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. നമുക്ക് പഠിക്കാനുള്ള തിക്കോടിയൻ എഴുതിയ തിക്കോടിയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. പി കുഞ്ഞനന്ദൻ നായർ എഴുതിയ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന് പറയുന്ന കഥയില് ഒരു ഉണ്ണിക്കണ്ണനുണ്ട്. ഉണ്ണിക്കണ്ണന് ഒരു മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കഥയിൽ നിന്നും അവൻ എന്താണ്, ഒരു ഊഞ്ഞാല് വേണമെന്ന് ഒരു മോഹം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവന്റെ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. അവന്റെ അമ്മ വലിയൊരു വീട്ടില് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. ആ ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന പൈസ ഉപയോഗിച്ചാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അവിടെ നിന്നും ആ വീട്ടിൽ നിന്നും തണുത്താറിയ ചോറും കറികളും ഒക്കെ ആർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്? നമ്മുടെ ഉണ്ണിക്കണ്ണന് കൊടുക്കാറുണ്ട്. മുത്തശ്ശിയെ പറ്റി പറയുകയാണെങ്കിൽ അവന് വലിയ സ്നേഹമാണ് മുത്തശ്ശിയെ. തിരിച്ച് മുത്തശ്ശിക്ക് അവനെയും അതുകൊണ്ട് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കും അല്ലെ. ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത, കണ്ണിന് കാഴ്ചക്കുറവുള്ള മുത്തശ്ശിയെ പറ്റി അവൻ പറയുന്നുണ്ട്. അപ്പോൾ ആ കഥയൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് അല്ലേ. പഠിച്ചിട്ടില്ലേ? നമുക്ക് ലൈവ് ക്ലാസ്സിലൂടെ കൂടുതലായിട്ട് പഠിക്കാം. ഇന്ന് ഈ കഥയില് അമ്മ അല്ലേ, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഉണ്ണിക്കണ്ണനുണ്ട്, ഉണ്ണിക്കണ്ണന്റെ അമ്മയുണ്ട്, ഉണ്ണിക്കണ്ണന്റെ മുത്തശ്ശിയുണ്ട്, പിന്നെ രാക്ഷസൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് കേട്ടോ. അത് അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിലെ കാരണവരാണ് രാക്ഷസൻ. നമ്മുടെ ഉണ്ണിക്കണ്ണന് ഈ കാരണവരെ ഒട്ടും ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഒരു ദിവസം അമ്മ എവിടേക്ക് പോവാണ്? ജോലിക്ക് പോവാണ് മാളിക വീട്ടിൽ കേട്ടോ. ആ മാളിക വീട്ടിൽ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മ ആരെ കാണുന്നു? ഉണ്ണിക്കണ്ണനെയും കൂട്ടി അമ്മ ഇങ്ങനെ പോകുമ്പോ ഈ കാരണവര് കണ്ടിട്ട് പറയാണ്, കുട്ടികളെയും കൂട്ടി ജോലിക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ചോദ്യം ആർക്കത്ര ഇഷ്ടമില്ല. നമ്മുടെ ഉണ്ണിക്കണ്ണന് ഇഷ്ടമായില്ല. ഉണ്ണിക്കണ്ണന് പേടിയായി. അമ്മയുടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ മുത്തശ്ശിയായിട്ടുള്ള രസകരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. മുത്തശ്ശിക്ക് ചെവി കേൾക്കില്ല. അപ്പൊ ഉണ്ണിക്കണ്ണൻ പറയും, മുത്തശ്ശി എനിക്കൊരു ഊഞ്ഞാല് വേണം. അപ്പൊ മുത്തശ്ശി എന്താ കേൾക്കുന്നത്? മുത്തശ്ശി കേൾക്കുന്നില്ല. അമ്മ വരുമ്പോ കൊണ്ടുവരും മോനെ. എങ്ങനെയാ പറയാ? മുത്തശ്ശിയുടെ ശബ്ദത്തിലാ പറയാ. അത് അമ്മ വരുമ്പോ കൊണ്ടുവരും മോനെ. വിശക്കുന്നു എന്നാണ് മുത്തശ്ശി കേൾക്കുന്നത്. ഉണ്ണിക്കണ്ണൻ പറയുന്നത് വിശക്കുന്നു എന്നൊന്നല്ല. മുത്തശ്ശി പറഞ്ഞ കഥയിലുള്ള ഒരു ഊഞ്ഞാൽ അവനെ ഇങ്ങനെ കൊതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഊഞ്ഞാലാടുന്നതിന്റെ രസത്തെക്കുറിച്ചൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിമനോഹരമായ ഒരു കഥയാണ് ഈ ഒരു മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നത്. അപ്പൊ കഥയുടെ ചുരുക്കം നിങ്ങൾക്ക് കിട്ടി. ഇവരിഷ്ടമില്ലാത്ത കാരണവരല്ലേ. പിന്നെ അമ്മയുടെ കൂടെ അവൻ എവിടെ പോയിട്ടില്ല? ആ മാളിക വീട്ടിലേക്ക് പോയിട്ടില്ല. ഈ കഥയില് ഉള്ളവരെ പറ്റിയെല്ലാം നമ്മൾ ആ കഥാപാത്രങ്ങളെ പറ്റി നന്നായിട്ട് അറിയണം. ഉണ്ണിക്കണ്ണനെ പറ്റി നമുക്ക് എഴുതാം, അമ്മയെ പറ്റി എഴുതാം, മുത്തശ്ശിയെ പറ്റി എഴുതാം, രാക്ഷസനെ പറ്റി എഴുതാം. അതില് അമ്മയെ പറ്റി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതിന് നമ്മൾ കഥാപാത്ര നിരൂപണം എന്ന് പറയും. ആ കഥാപാത്രത്തെ നമ്മള് അവരുടെ നന്മയും തിന്മയും ഒക്കെ എഴുതുകയാണ്. ആ കഥയിൽ അവർക്കുള്ള ബന്ധത്തെ കുറിച്ച് എഴുതുകയാണ് കേട്ടോ. അതാണ് കഥാപാത്ര നിരൂപണം. എന്താണ്? തിക്കോടിയൻ എഴുതിയ മനോഹരമായ കഥയിലെ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥാഭാഗത്തിലെ ഒരു കഥാപാത്രമാണ് അമ്മ. നമ്മൾ ആദ്യം എഴുതുമ്പോൾ ആരാണ് എഴുതിയത് എന്ന് നമ്മൾ എഴുതണം കേട്ടോ. കഥയിലെ പ്രധാന കഥാപാത്രമായ ഉണ്ണിക്കണ്ണന്റെ അമ്മ കഷ്ടപ്പാടിന്റെ, സഹനത്തിന്റെ പ്രതീകമാണ്. കഷ്ടപ്പെട്ടിട്ടല്ലേ ജീവിക്കുന്നേ. പ്രായമായ അമ്മയെയും തൻ്റെ മകനെയും മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അമ്മ സംരക്ഷിക്കുന്നത്. ഏറെ വൈകിയ നേരത്തും ജോലി കഴിഞ്ഞു വരുമ്പോൾ തൻ്റെ മകനായി ആ വീട്ടിൽ നിന്നും തണുത്ത ചോറും കറികളും പപ്പടവും പൊതിഞ്ഞു കൊണ്ടുവരുന്ന അമ്മ. ഉണ്ണിക്കണ്ണൻ ഉറങ്ങിപ്പോവും ചിലപ്പോ അമ്മ വരുമ്പോ. അപ്പൊ ഉറങ്ങിപ്പോയ മകനെ ഉണർത്തി സ്നേഹം കൊണ്ട് ഊട്ടുന്ന അമ്മ. ഉണർത്തിയിട്ട് എന്താ പറയാ? മോനെ കഴിക്ക് അല്ലേ. അപ്പൊ അവൻ ചിലപ്പോ ഉറക്കത്തായിരിക്കും. ഉറക്കത്ത് അമ്മ ഉണ്ണിക്കണ്ണ എന്ന് വിളിക്കുന്ന സമയത്ത്, ഉണ്ണി എന്ന് വിളിക്കുന്ന സമയത്ത് അവൻ എണീറ്റ് കഴിക്കൂലേ. അങ്ങനെ തന്നെ നമുക്ക് ഉറക്കത്തൊക്കെ തരുമ്പോ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ.
തൻ്റെ മകന്റെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ സ്നേഹത്തോടെ സാധിച്ചു കൊടുക്കുന്ന അമ്മ. അമ്മയെ പറ്റിയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. പകല് മുഴുവൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വരുന്ന അമ്മ മകന്റെ സ്നേഹക്കൊഞ്ചലുകൾ കണ്ട് എല്ലാം മറക്കുന്നു. അതെന്താ പറയുന്നതെന്നറിയോ? അമ്മ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൻ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ചില ദിവസങ്ങളിൽ ഉറങ്ങിപ്പോകും. അപ്പൊ ഉറങ്ങാത്ത ദിവസങ്ങളിൽ അവൻ മുറ്റത്തേക്ക് പോയിട്ട് അമ്മേനോട് പറയും എടുക്ക് എന്ന്. അപ്പൊ അമ്മ പറയും ഈ വലിയക്കാരൻ കുട്ടിയെ എടുക്കേ എന്ന്. അപ്പോ അവൻ വീണ്ടും കോലായ വരെ മതി അമ്മേ എന്ന് പറയും. അപ്പൊ അമ്മ എന്ത് ചെയ്യും? അമ്മ അവനെ എടുക്കുകയാണ്. ഉണ്ണിക്കണ്ണന്റെ പ്രായം എത്രയാണ്? 7 8 വയസ്സാണ് കേട്ടോ. നിങ്ങളെക്കാട്ടും കുറച്ചുകൂടെ ഇളയ കുട്ടിയാണ്. ഈ കഥയിലെ അമ്മ നന്മയുടെയും മാതൃത്വത്തിന്റെയും പ്രതീകമാണ് അല്ലെ. നല്ലൊരു അമ്മയാണ്, നല്ല നന്മയുള്ള നല്ല ഒരമ്മയാണ് ഈ കഥയിലെ അമ്മ എന്ന് നമുക്ക് എഴുതാം. ഇനി എനിക്ക് പറയാനുള്ളത് ഈ കഥ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങള് നമ്മുടെ സൈലത്തിലെ 5ാം ക്ലാസ്സിലെ ബാച്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പൃഥ്വി എന്നുള്ള ബാച്ചാണ്. ഇതാ പലരും അത് ജോയിൻ ചെയ്ത മക്കളായിരിക്കും. പക്ഷെ ഇനിയും ജോയിൻ ചെയ്യാത്ത കുറച്ച് കുട്ടികൾ ഉണ്ടാവും അല്ലെ. അവിടെ എന്താ സംഭവം? നമ്മുടെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവും. ഓരോ പാഠവും ആ നേരത്തെ കാലത്ത് നിങ്ങളെ പഠിപ്പിച്ച് അതിന്റെ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തി അടിപൊളിയായിട്ട് പോകുന്ന ഒരു ബാച്ചാണ് നമ്മുടെ പൃഥ്വി എന്ന് പറയുന്നത്. അതിനിപ്പോ ഓണത്തിന്റെ ഓഫർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓണത്തിന്റെ ഓഫറൊക്കെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓണം ഓഫറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണയുള്ള ഇതിന്റെ പൈസ എന്ന് പറയുന്നത് 2499 രൂപയായിരുന്നു. ഇനി നിങ്ങൾക്കൊരു 10% ഓഫറിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ സൈലത്തിന്റെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നാണ് ടീച്ചർക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ഒരു ചുരുക്കം നമ്മൾ പറഞ്ഞു, കുറഞ്ഞ സമയം കൊണ്ട് അല്ലേ. അപ്പോൾ ആ കഥ നിങ്ങൾ കൂടുതലായിട്ട് വായിക്കണം. മറ്റുള്ളവരെ കുറിച്ചും മറ്റു പഠന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം. അപ്പൊ നമ്മുടെ വീഡിയോ കാണുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ബൈ.